നമ്മുടെയൊക്കെ സംഭാഷണങ്ങളെ ശ്രദ്ധിക്കുന്ന ദൈവം. യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവയുടെ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് സ്വർഗ്ഗത്തിലെ ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുകയാണ്. അതുമാത്രമല്ല, ദൈവത്തെക്കുറിച്ച് സ്മരിക്കുന്നവരെക്കുറിച്ച് ദൈവം ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ദൈവത്തിന് അതൊരു പുസ്തകമുണ്ട്, അതിൽ നോട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. എവറിത്തിങ് ഈസ് റെക്കോർഡഡ്. തൻ്റെ ഭക്തന്മാർ തന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ, സ്മരിക്കുന്നത്, ഇതൊക്കെ ദൈവം ഓർത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും ദൈവം മറക്കുന്നില്ല. മനുഷ്യൻ പലതും മറന്നുപോകും, ദൈവം മറന്നു പോകില്ല. നിങ്ങൾ കഴിച്ച പല പ്രാർത്ഥനകളും നിങ്ങൾ മറന്നുപോയിട്ടുണ്ടായിരിക്കും, നിങ്ങൾ കഴിച്ച പല അപേക്ഷകളും നിങ്ങൾ മറന്നുപോയിട്ടുണ്ടായിരിക്കും. പക്ഷേ സ്വർഗ്ഗത്തിലെ ദൈവം മറക്കില്ല. ദൈവത്തിന് മറവി രോഗം ബാധിച്ചിട്ടില്ല. പകരം ദൈവം നമ്മളെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ അപേക്ഷകൾക്കും നിങ്ങളുടെ യാചനകൾക്കും തക്കതായ സമയത്ത്, അതതിൻ്റെ സമയമുണ്ട്, ആ സമയത്ത് മറുപടി നൽകിയിരിക്കും, പ്രതിഫലം നൽകിയിരിക്കും, നന്മയാക്കി മാറ്റിയിരിക്കും. ദൈവത്തിൻ്റെ സ്മരണ പുസ്തകത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാകണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ സംഭാഷണങ്ങൾ. ദൈവത്തെ സ്മരണയുടെ പുസ്തകത്തിൽ എൻ്റെയും നിങ്ങളുടെയും ഈ ചെറുതും വലുതുമായ ഓർമ്മകൾ, ദൈവത്തെക്കുറിച്ചുള്ള, ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നും കീപ്പപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. ആയതിനാൽ അനുനിമിഷം ദൈവം ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട്, താങ്ക്സ് പറഞ്ഞുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട്, സ്തോത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. അതെല്ലാം ദൈവം റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നു. അവയെല്ലാം അനുഗ്രഹമായി മാറും.